ഹലോ. അപ്പൊ ഇന്ന് നമുക്ക് രാവോലിക്കറി ഉണ്ടാക്കിയാലോ. അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല, ഞാൻ വേഗം എന്റെ പരിപാടികൾ പറഞ്ഞു തീർത്തിട്ട് ഞാൻ വേഗം പോവാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇഞ്ചി ചതച്ചത് വേണം, ചുവന്നുള്ളി ചതച്ചത്, വേപ്പിൻ്റെ ഇല, പച്ചമുളക്, കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളകും പൊടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു എരിവിനുള്ളതാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കണേ. പിന്നെ കുറച്ച് കല്ലുപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നല്ല പോലെ കൈ വെച്ച് തിരുമ്പി കൊടുക്കാം. നല്ലതുപോലെ തിരുമ്പണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് കൊടമ്പുളിയും വേപ്പിലയും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചാറ് എന്തോരം വേണമെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് സാധാ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് സ്റ്റവിൽ വെക്കാം. എന്നിട്ട് നന്നായി തിളയ്ക്കണം. ആ തിളയ്ക്കണ നേരം കൊണ്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ അരയ്ക്കണേലേക്ക് കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇതിൻ്റെ പാല് നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം നമ്മുടെ മീൻകറി നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ചാറിൽ നല്ലപോലെ മുങ്ങി കിടക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിത് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നല്ലപോലെ തിളപ്പിക്കണം. അപ്പം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ മീൻകറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഉള്ളി മൂപ്പിച്ചൊഴിക്കാം. ഉള്ളി മൂപ്പിച്ചൊഴിക്കാൻ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നമുക്കറിയാലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. അപ്പോൾ മീൻകറി ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വെച്ചെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ പറയണേ.